ചർച്ച പിന്നെ വഴിമാറി. പിന്നെ ഈ മുനാദൊക്കെ സംഭവിച്ചപ്പോൾ ഈ തർക്ക ജിഹത്തും അയനും തമ്മിലുള്ള ഖിലാഫ് ലഫ്ളിയാണ് എന്ന് പറഞ്ഞു. പിന്നെ തർക്കം അങ്ങോട്ട് മാറി. ലഫ്ളിയാണ് എന്ന് ബിഗിയൻ്റെ ഒരു ഇബാറത്തിലുണ്ട് താനും. ചാലകത്ത് പറഞ്ഞു ജിഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണ ഈ ജിഹത്തല്ല കഅബൻ്റെ ജിഹത്ത്. നമ്മൾ 4 ജിഹത്ത് പറഞ്ഞല്ലോ. അപ്പോൾ 90 ഡിഗ്രിയിൽ എന്ത് ചെയ്താൽ മതി, വന്നാൽ മതി. ആ പറഞ്ഞതല്ല ജിഹത്ത് കൊണ്ട് മുറാദ്. പിന്നെ എന്താ ജിഹത്ത് പറഞ്ഞാൽ ചാലകത്ത് ജിഹത്തിന് ചാലകത്ത് പറഞ്ഞൊരു വായന മൂപ്പരെ തുഹഫത്തുൽ അഹ്ബാബിൽ മൂപ്പരത് എന്ന് പറഞ്ഞാൽ മൂപ്പരാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഇത് നെഞ്ചിപ്പാടി സുലൈമാൻ മുസ്ലിയാർ എഴുതിയതാണെങ്കിലും പ്രസംഗിച്ചത് മൂപ്പരാണ്, അല്ല പ്രസിദ്ധീകരിച്ചത് ചാലകത്താണ്. മൂപ്പർ പറഞ്ഞു ഈ 90 ദർജയുള്ളത് 4 ജിഹത്തിൽ നിന്ന് 1 ജിഹത്ത് എന്ന് പറയപ്പെടുന്ന ജിഹത്താണെന്നും കഅബത്തിൻ്റെ അയനി എന്ന് പറയപ്പെടുന്നതിന് എതിരായി കഅബത്തിൻ്റെ ജിഹത്ത് എന്ന് പറയപ്പെടുന്ന ജിഹത്തിന് ഈ അർത്ഥമല്ലെന്നും ആ ജിഹത്തിൻ്റെ അർത്ഥം ഉഫ്ഖിൽ നിന്നുള്ളൊരു നുക്തിയാണ്. അത് എന്തെന്നാൽ നിസ്കരിക്കുന്നവൻ അത് കൊള്ള നേരിട്ടാൽ അവൻ കഅബനെ കൊള്ള നേരിട്ടവനാകും എന്നും ഒരു വാദം പുറപ്പെട്ടു. ഇത് ചാലാത്തിൻ്റെ വാദമാണ്. എന്ന് പറഞ്ഞാൽ ജിഹത്തിന് ചാലാത്ത് പറഞ്ഞു വായന മനസ്സിലായപ്പോൾ എനിക്ക്. അതായത് അയനും ജിഹത്തും തമ്മിലുള്ള ഫർക്ക് ലഫ്ളിയാണ് എന്ന് വന്നു. രണ്ടുകൂട്ടവും സമ്മതിച്ചു. ആ പേജൊക്കെ നോക്കിയാൽ കിട്ടും ചെയ്യും. ലഫ്ളിയാണെന്ന് വന്നാൽ ചർച്ച തീരണമല്ലോ. ചർച്ച അതോടുകൂടെ എന്ത് ചെയ്യണം, അവസാനിക്കണം. പക്ഷേ അവിടെ മറ്റൊരു വിഷയം, ലഫ്ളിയാണെന്ന് പറയുമ്പോൾ അയനിൻ്റെ വായന ജിഹത്തിൻ്റെ വായനയാണ് എന്ന് തട്ടാങ്ങല, ജിഹത്തിലേക്ക് അയനിൻ്റെ വായനയാണെന്ന് ചാലിനത്തു. ഇപ്പോഴും ഖിലാഫ് പഴയ പടിക്ക് മടങ്ങി. അതായത് ഹഖീഖിയ അയല് എന്നാണ് മുറാദ്, ആ മുറാദ് തന്നെയാണ് ജിഹത്ത് കൊണ്ട് മുറാദ് എന്ന് ചാലിനകത്ത്. അല്ല, ജിഹത്ത് എന്ന് പറഞ്ഞത് എന്താണ് മുറാദ്, അതാണ് അയല് കൊണ്ട് മുറാദ് എന്ന് തട്ടാങ്ങല. തട്ടാങ്ങന എന്ന് പറഞ്ഞാൽ തട്ടാങ്ങൻ്റെ പക്ഷത്തുള്ള ആലിമീങ്ങൾ കേട്ടോ. കാരണം തലശ്ശേരി മുനാദറയിലാണ് ഇത് ഉത്ഭവിച്ചത്. തലശ്ശേരി മുനാദറയിൽ തട്ടാങ്ങന ഒട്ടിയ പോലെ പങ്കെടുത്തിയില്ല. പൊന്നാനി മഖ്ദൂം കുഞ്ഞമ്പാവ് മുസ്ലിയാരാണ് അതിലുള്ളത്. ഇരിക്കട്ടെ, ജിഹത്ത് അപ്പോൾ അയന് കൊണ്ട് എന്താണ് മുറാദ്, അത് തന്നെയാണ് ഏത് ജിഹത്തും. പക്ഷേ ജിഹത്തും അയനും തമ്മിലുള്ള ഖിലാഫ് ഫർക്ക് എയ്തിബാരിയാണ്. എന്താ എയ്തിബാരിയ ഫർക്ക് പറഞ്ഞാൽ, നമ്മൾ കാരക്ക ഈത്തപ്പഴം ചീരണി എന്ന് പറയണില്ലേ, ഫാത്തിയോലി എന്നാ ചീരണി എന്ന് പറയും. ചായക്ക് കടി കിട്ടിയാൽ ഈത്തപ്പഴം എന്ന് പറയും, സാധനം ഉണ്ട് അതില്ല ഒന്ന്. ഇതാണ് എയ്തിബാരിയ ഫർക്ക് എപ്പോഴാരോ പോകുന്നത് എന്ന് പറഞ്ഞ മാതിരി. നമ്മൾ കണ്ണിൽ നിന്ന് ഒരു ഖത്തങ്ങോട്ട് മുസ്തഖീമായ ഖത്തങ്ങോട്ട് വിട്ടാൽ അത് കഅബയിൽ മുട്ടും. അയിനാകുമ്പോൾ കഅബയിൽ മുട്ടും നേരെ. അതാണ് കഅബൻ്റെ അയിന്. ആ ഖത്തിൻ്റെ നൊക്ത കഅബയാണ് മുറിച്ച് കടന്ന് പോയിട്ട് നേരെ ഉഫ്ഖിൽ മുട്ടും. അതാണ് ജിഹത്ത്. ഇപ്പം എന്തായി രണ്ടും. അതുകൊണ്ട് അയന് കൊണ്ട് മുറാദ് എന്താണോ അതന്നെയാണ് ജിഹത്ത് കൊണ്ട് മുറാദ് എന്ന് ചാലാത്ത്. ഇതാണ് ലഫ്ളിയ ഖിലാഫ് എന്ന് പറയുന്നത്. അതല്ല, ജിഹത്ത് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് അയന് കൊണ്ടും ഏത് മുറാദ് എന്ന്. അത് എവിടെ ഉണ്ട്? തുഹഫയിൽ ഒരു സ്ഥലത്ത് വൽ മുഅ്തബറു, തുഹഫി തന്നെ, മുസാമത്തുഹാ ഉർഫൻ, ഉർഫൻ നൽകുള്ള മുസാമത്ത് മതി. ലാ ഹഖീഖത്തൻ, ഹഖീഖത്തൻ നൽകുള്ള ഏത് വേണം എന്നില്ല, മുസാമത്ത് വേണം എന്നില്ല. അപ്പോൾ ഹഖീഖത്തൻ നൽകുള്ള മുസാമത്താണ് അയിന്, ജിഹത്തിലേക്കാകുമ്പോൾ ഉർഫ്. അപ്പോൾ ഉർഫ് നൽകുക. അപ്പോൾ അങ്ങനെയാണ് ലഫ്ളിയ ഖിലാഫ്. അപ്പോഴും വിഷയം എന്ത് ചെയ്തില്ല, തീർന്നില്ല.